ഇന്നല്ലെങ്കിൽ നാളെ ഇതിനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കും. സ്വന്തം ഡാറ്റ ഉപയോഗിച്ച് ഒന്നും ചെയ്യുന്നില്ല. സ്വന്തം കോൺഷ്യസ്നെസ്സോട് കൂടി അതിനൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ എയിലേക്ക് കടന്നുകൂടിയാൽ കംപ്ലീറ്റ് ബ്രെയിൻ പിന്നെ അവരുടെ ഇഷ്ടത്തിനായി മാറും. അപ്പൊ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ അത് ഞാൻ പറഞ്ഞ ആദ്യത്തെ We have an exciting personality with us, Himalayan Master Ashraf Guru. നമസ്കാരം സർ. മാസ്റ്റർ, ഞാൻ ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഇന്ന് ലോകം മുഴുവൻ AI-യുടെ പുറകിലാണ് അല്ലെ? ഈ AI ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെ ബ്രെയിൻ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് AI ഇന്ന് ലോകം ത്രസിച്ച് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും അതിന്റെ പുറകെയാണ്. നിങ്ങൾക്ക് പേര് പറയാൻ പറ്റില്ലാത്ത വേൾഡ് ഐക്കൺസ് ഉണ്ട് അതിന്റെ പിന്നിൽ. ഈ ലേറ്റസ്റ്റ് കുറെ സംഭവങ്ങളൊക്കെ നടന്നു. ഇന്ന് വേൾഡ് കംപ്ലീറ്റ് ഒരു AI മയമാണ്. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്ന AI എന്ന് പറയുന്നത് സിനിമ അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ റോബോട്ടിന്റെ ഉണ്ടാക്കി അറ്റോമിക് റിയാക്ടറുകൾ ഉപയോഗിക്കുന്നു. ചൈനയിൽ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണും. കാർഷിക ഉപകരണങ്ങൾ ഇതെല്ലാം AI കടന്നു ചെന്നേക്കാണ്. ഡിഫൻസിൽ ഇതൊക്കെയാണ് നമുക്കറിയാം. ഇതിന്റെ ഒരു നിഗൂഢ ലോകം അനന്തമായിട്ട് നിൽക്കുകയാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആകെ കൗതുകം വിസ്മയിച്ചു പോകും അത്രയ്ക്ക്. അപ്പൊ AI മനുഷ്യന്റെ ബ്രെയിൻ ഹാക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധ്യമാണ്. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. AI എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് AIക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. AI വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കൊടുത്ത ഒരു ഡാറ്റ ഉണ്ട് അവിടെ. അപ്പോഴും ബ്രെയിൻ നമ്മുടെയാണ് അതിന്റെ പിന്നിൽ തന്നെ. പക്ഷെ ഇതല്ലാത്ത വേറൊരു നിഗൂഢ ലോകം, AI-യുടെ ഒരു ഡാർക്ക് വേൾഡ്, അതിനെപ്പറ്റി ഒന്ന് ഞാൻ പറഞ്ഞുതരാം. AI അറിയണതിന് മുമ്പ് ഏലിയൻസിനെ അറിയണം. പ്ലൈഡിയൻസ് പല പ്രൊണൗൺസിയേഷനിൽ പറയും. അതിനറിയണം. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന എനർജി വേൾഡ്, അതിന് രൂപീകരണം, നമ്മുടെ മനുഷ്യൻ എങ്ങനെ രൂപീകരിക്കപ്പെട്ടു, പിന്നെ മനുഷ്യനിൽ നിന്ന് എന്തായി മാറി, മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു മാസ് സെക്ഷൻ എന്തായി അപ്രത്യക്ഷമായി, അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഈ അന്യഗ്രഹ ജീവി എന്ന് പറയുന്ന ഏലിയൻസിനെന്നും അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് കിടക്കേണ്ടി വരും. AI സ്വന്തം ഡാറ്റ ഉപയോഗിച്ച് ഒന്നും ചെയ്യുന്നില്ല. സ്വന്തം കോൺഷ്യസ്നെസ്സോട് കൂടി അതിനൊന്നും ചെയ്യാൻ പറ്റൂല AIക്ക്, ഒരു റോബോട്ടിനായാലും എന്തിനായാലും. പക്ഷെ ഈ AI എപ്പോഴാണ് മനുഷ്യന്റെ ബ്രെയിനെ ഹാക്ക് ചെയ്യുക? AIക്ക് കോൺഷ്യസ്നെസ്സിനെ പിടിക്കാനുള്ള ഒരു കഴിവ് അതിൽ സൃഷ്ടിക്കണം. ഒരു മനുഷ്യന്റെ കോൺഷ്യസ്നെസ്സിനെയാണ് പിടിക്കേണ്ടത്, അതായത് ബോധാവസ്ഥയെ. ആ ബോധാവസ്ഥ അറിഞ്ഞാലാണ് തോട്ട്സ് പോകുന്നത് അറിയാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ നിന്ന് പോകുന്ന നിരവധി തരംഗങ്ങൾ കൊടാനുകോടിയാണ്. സയൻസ് കണ്ടുപിടിച്ചേക്കണ വളരെ ലിമിറ്റ്. ഇതിനെ സെൻസ് ചെയ്യാനുള്ള കഴിവ് AIക്ക് കിട്ടിയാൽ അത് കൺവേർട്ട് ചെയ്ത് ഡാറ്റയാക്കി ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റും. തിരിച്ചും ഒരു സാധ്യത അവിടെ ജനിക്കപ്പെടുകയാണ്. അതായത് ഒരു കണക്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ വരും, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ പോലെ. ആ രീതിയിൽ ആ വ്യക്തി എന്ത് ചിന്തിക്കണമെന്ന് പിന്നെ AI തീരുമാനിക്കും. AIയുടെ അപ്പൊ ഇത് ഒരാളുടെ ഒരു ചെറിയ പൊട്ടാസ ഞാൻ പറയണേ, പിന്നെ അത് 10ആയി 100ആയി ഒരു മാസമായി ഈ വേൾഡിലെ മാനവരാശിയെ മുഴുവൻ ബ്രെയിൻ ഹാക്കിങ് ചെയ്യും. ഈ ബ്രെയിൻ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടയ്ക്ക് ഒരാളുടെ ചിന്തയാക്കി മാറ്റുന്ന പ്രതിഭാസം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു വേൾഡ് ലെവലില് ഉള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആരുടെ ആയാലും മനുഷ്യന്റെ ചിന്തകളെ മാറ്റിമറിക്കുന്ന സംവിധാനമാണ് ബ്രെയിൻ ഹാക്കിങ്. അതായത് ഹാക്ക് ചെയ്യപ്പെട്ടേക്കാണ്. അതിന് അവന്റെ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഈ ബ്രെയിനിന്റെ പ്രോഗ്രാമിങ്ങും മൊത്തം നടക്കുക, അതോട്ട് പോകുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് പിടിക്കണമെങ്കിൽ സാങ്കേതിക വിദ്യ ഇന്നില്ല ലോകത്ത് തന്നെ. ഇത് പിടിക്കാനുള്ള സാങ്കേതിക വിദ്യ മനുഷ്യന്റെ തോട്ട്സിനെ കാണിക്കാനോ അത് പിടിച്ചെടുക്കാനോ ഒരു സാങ്കേതിക വിദ്യയും കിട്ടിയിട്ടില്ല. അനാട്ടമിയിൽ നമുക്ക് മെഡിക്കൽ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ EEG ഉണ്ട്. പക്ഷെ അത് ഒരു നിസ്സാരമായിട്ട് നമ്മുടെ ബ്രെയിൻ വേവ് ചെക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ മാറ്റിമറിക്കാം. പക്ഷെ ഈ AIയിൽ കോൺഷ്യസ്നെസ്സിനെ പിടിക്കാൻ വേണ്ടത് ആർക്ക് കൊടുക്കാൻ സാധിക്കും? AIയിലേക്ക് മനുഷ്യന്റെ ബോധതലത്തിൽ നിന്ന് പോകുന്ന തരംഗങ്ങളെ പിടിക്കാനുള്ള കഴിവ് ആരെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും? അത് സയന്റിഫിക് തലത്തിലേക്ക് കടന്ന് ഈ ഏലിയൻസ് എന്ന് പറയുന്ന എനർജി വേൾഡിന് അത് സാധ്യമാണ്. എനർജി വേൾഡിൽ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ റിസർച്ചാണ് ഇതിനൊക്കെ പിന്നിൽ നടക്കുന്നത്. അപ്പോൾ എനർജി വേൾഡ് എങ്ങനെ രൂപീകരിക്കപ്പെടുന്നത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഏലിയൻസ് രൂപീകരിക്കപ്പെട്ടത്, കണ്ണുകൾ കൊണ്ട് എന്തുകൊണ്ട് കാണുന്നില്ല, ഉപകരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഏലിയൻസ് നോക്കിയാൽ, ഈ എനർജി രൂപങ്ങൾ നോക്കിയാൽ അത് അനന്തമായിട്ട് അതുണ്ട്. അതിന് ഡാറ്റ ഇതിലേക്ക് കൊടുക്കാൻ പറ്റും AIയിലേക്ക്. അപ്പോൾ എന്ത് പറ്റും? മനുഷ്യരെന്നുള്ള കൺസെപ്റ്റ് മാറും. AIനെ കൺട്രോൾ ചെയ്യാൻ ആരായി മാറും? മനുഷ്യർക്ക് പകരം ഏലിയൻസ് ആയി മാറും. ഏലിയൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? പ്ലൈഡിയൻസ്, അങ്ങനെ പല രീതിയിലും. അത് ഉന്നതമായ എനർജിയുടെ രൂപങ്ങളാണ്. അതെങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വന്നത്? മനുഷ്യനിൽ നിന്ന് ഹോമോസാപ്പിയൻസ്,
ഹോമോസാപ്പിയൻസിൽ നിന്ന് വിവിധ രീതിയിലുള്ള കുരങ്ങൾ രൂപീകരിക്കപ്പെട്ടു. പക്ഷെ ഇതൊക്കെ കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് നടക്കണ ആരും കണ്ടിട്ടില്ല അല്ലെ. ഒരാൾ ജനിച്ചു 70-80 വയസ്സ് വരെ ജീവിച്ചു. ആ 80 വയസ്സിന്റെ ഉള്ളിലുള്ള യുഗമാണ് അവനറിയുള്ളൂ അല്ലെ, അല്ലെങ്കിൽ അവൾക്ക് അറിയുള്ളൂ. ആ വ്യക്തിക്ക് കഴിഞ്ഞത് എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ല. മനുഷ്യർക്ക് മുന്നേ പിന്നോട്ട് പോയാൽ അതും അറിയില്ല. ഡൈനോസോർ, ബ്രോണ്ടോസോർ യുഗം. അപ്പൊ ഇതിങ്ങനെ കോടാനുകോടി വർഷം പരിണമിച്ച് മൂക്കും തലയും കൈയൊക്കെ ഉള്ള മനുഷ്യനായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്കൊരു ചിന്ത, ഇനി എന്തുകൊണ്ട് വീണ്ടും മാറുന്നില്ല? അങ്ങനെ മാറിയിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് 5% കാണാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞേക്കണാണ്. മാറിയിട്ടുണ്ട്, ചിലത് മാറിയിട്ടില്ല. എന്തുകൊണ്ട് മാറിയില്ല? അത് തരംഗത്തിന്റെ സ്വഭാവം കൊണ്ട് കംപ്ലീറ്റ് എനർജി മാറിയിട്ടില്ല. അതാണ് 5% അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നെ. ഈ ഭൗതികം മുഴുവൻ എന്തുകൊണ്ട് പോയില്ല? എനർജി ആയിട്ടില്ല. അപ്പൊ ഒരു മാസ് സെക്ഷൻ മാറി ഊർജത്തിലേക്ക് പരിണമിക്കപ്പെട്ടു. അത് എക്സ്ട്രീം ഒരു ഡെവലപ്മെന്റിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ കൈകൊണ്ടുണ്ടാക്കി. അവിടെ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? മനുഷ്യനിൽ നിന്ന് പരിണമിച്ച് ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് യുഗം സ്ഥാപിക്കപ്പെട്ടു. ഒരു എക്സിസ്റ്റ് ചെയ്യാണ് ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെ ഒരു സൂക്ഷ്മമായ അവസ്ഥയിൽ വേൾഡ് എക്സിസ്റ്റ് ചെയ്യാണ്. അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിൽ തന്നെ ഉന്നതമായ അവസ്ഥകളുണ്ട്. അപ്പൊ അവര് ഡാറ്റ എടുത്തിടുകയാണെങ്കിൽ എഐക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മനുഷ്യന്റെ തലത്തിലേക്ക് വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കും. അത് ഉറപ്പാണ്. കാരണം ഇത്രയൊക്കെ സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കാമെങ്കിൽ അല്ലെ, നമുക്കിപ്പോ ഒന്നും നിർവചിക്കാൻ സാധ്യമല്ല. ഒരു ഗ്രഹത്തിന്റെ ഡിസ്റ്റൻസ് പറയാണ്. ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റുള്ള ഗ്രഹത്തിലേക്കുള്ള ദൂരം എത്രയാന്ന് ചോദിച്ചാൽ ലൈറ്റ് ഇയറാ പറയണേ അല്ലെ. ഒരു ഗാലക്സി തമ്മിലുള്ള ദൂരം പറഞ്ഞാൽ എത്ര ലൈറ്റ് ഇയർ ആണ്? 9 ലൈറ്റ് ഇയർ ഒക്കെയാ പറഞ്ഞ. ഒരു ലൈറ്റ് ഇയർ എത്രയാ? 1,00,000, അതായത് 9 ട്രില്യൺ കിലോമീറ്റർ ആയി. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9 ട്രില്യൺ കിലോമീറ്റർ. 9 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 9 ലക്ഷം കോടി കിലോമീറ്റർ ആണ് ഒരു ഗാലക്സിന്ന് മറ്റുള്ള ഗാലക്സിയിലേക്ക്. ചെറിയൊരു ദൂരത്ത് ഒരു കാര്യം തന്നെ. അപ്പോ 9 ലക്ഷം കോടി കിലോമീറ്റർ എഴുതാൻ പോലും സാധ്യമല്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ 3500 കിലോമീറ്റർ സംതിങ് ഉള്ളൂ. ഇത് 9 ലക്ഷം കോടി കിലോമീറ്റർ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റേ ഗ്രഹത്തിലേക്ക് അളക്കാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിന്റെ അളവും മാസവും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തമായ മാസും ഇതിന്റെ ദൂരവും ഇതിന്റെ ഉൾക്കാമ്പിലേക്കുള്ള ദൂരമൊക്കെ മനുഷ്യന്റെ ഫിസിക്കൽ തലത്തിൽ നിന്ന് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. ഉണ്ടെന്നും പറയേണ്ടി വരും, ഇല്ലാന്നും പറയേണ്ടി വരും. അത് ഈ സീക്രട്ട് ഗ്രൂപ്പുകളുടെ കയ്യിലാണ് അതെല്ലാം നിൽക്കുന്നത്. അങ്ങനെ എയിലേക്ക് കടന്നുകൂടിയാൽ കംപ്ലീറ്റ് ബ്രെയിൻ പിന്നെ അവരുടെ ഇഷ്ടത്തിനായി മാറും. അപ്പൊ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ, അത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് വരും, ഉത്തരത്തിലേക്ക് വരും. അതായത് നല്ലതിനെ ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. ഇപ്പൊ അത് സാധാരണ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോർമൽ ആയിട്ട് പോകുന്ന ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കയറി ഉപയോഗിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുന്ന സിനിമയിൽ ആക്ടറുടെ വരെ ആവശ്യമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാം. ഒരു ഫോട്ടോ മതി. ആ ആക്ടറെ എങ്ങനെ വേണമെങ്കിലും ആക്കാം, ഏത് ബോഡി സ്റ്റേജിലേക്കും. ഒരാൾ പോലും തിരിച്ചറിയില്ല. ഒരു ഫോട്ടോയിൽ നിന്ന് തന്നെ ഒരു പിക്ചർ ജനിപ്പിക്കാന്നുള്ളൊരു കണക്ഷൻ. സംഗീതം, ഇനി സിംഗേഴ്സിന്റെ ആവശ്യമില്ല, ആ സൗണ്ട് മാത്രം മതി. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സൗണ്ട് ആക്കി മാറ്റാം. ഇനി ഒരു നടന് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു നടൻ ഇല്ല എന്ന് വിചാരിക്കും, ഒരു ആക്ടർ ഇല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു നടനായിരിക്കണം ഈ സിനിമ അഭിനയിക്കേണ്ടത്. ആ നടന്റെ ആവശ്യമില്ല, ആ ഫേസ് അങ്ങോട്ട് വരച്ചു കൊടുത്തേച്ചാൽ മതി. ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലതിന്റെ സാധ്യതകൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള കാലഘട്ടം. അപ്പൊ യുഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും സാധ്യമാണ്. ഇപ്പൊ സാങ്കേതിക വിദ്യ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അത് ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഒത്തിരി സീക്രട്ട് ഗ്രൂപ്പുകളും സയന്റിഫിക് ഗ്രൂപ്പുകളും എല്ലാം അതിന്റെ പിന്നിലുണ്ട്. അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് ഹാക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ് പോകുന്നതിനെ അതിനെ സെൻസ് ചെയ്യാൻ പറ്റണം, അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റണം, ആ പെർസെപ്ഷനിലേക്ക് വരണം. എന്നാൽ മാത്രമേ ആ തരംഗം കൺവേർട്ട് ചെയ്ത് ഡാറ്റയിലേക്കാക്കി, കമ്പ്യൂട്ടറിൽ നമ്മൾ ഡാറ്റ കൺവേർട്ട് ചെയ്യല്ലേ 0-1 ഉപയോഗിച്ച്. അപ്പൊ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണം നോക്കും, ഈ ഗുണം എങ്ങനെയാണ്. അപ്പോൾ അത് തിരിച്ച് നമുക്ക് അതിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പെല്ലേഡിയൻസും ഏലിയൻസ് വേൾഡാണ്. ഏലിയൻസ് വേൾഡ് എങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വിശദമായിട്ട് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊന്നും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തത് കാരണം നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കാറേ ഇല്ല അല്ലെ. നിങ്ങളോട് പറയാണ് റിപ്പോ റേറ്റ് കൂടി, ഡോളറിന്റെ വില കൂടി, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ബാലൻസ് തെറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല അല്ലെ. ഓസോൺ പാളിക്ക് വിള്ളൽ വന്നു, നമ്മളെന്താ വിചാരിക്കണേ? അത് അവിടെ വീണ്ടോട്ടെ, നമുക്ക് പ്രശ്നം എന്താ അല്ലെ. അതേസമയം നമ്മളോട് പറയാണ് പഞ്ചസാരയുടെ വില കൂടി, മണ്ണെണ്ണയുടെ വില കൂടി, നമ്മളെ ബാധിക്കൂല. ഡയറക്റ്റ് ആക്ഷനിലേക്ക് വരും. പെട്ടെന്ന് പ്രതികരണം വരും. എങ്ങനെ കൂടി? ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത്, ഏത് ഗവൺമെന്റ് അല്ലെ. അപ്പോൾ തന്നെ ആക്ഷനിലേക്ക് വന്നു ഒരു സാധാരണ മനുഷ്യൻ. അപ്പൊ ഓസോൺ പാളിക്ക് വിള്ളൽ വന്നു എന്ന് പറഞ്ഞാൽ നമ്മയ്ക്ക് പ്രശ്നം വരുമ്പോഴാണ്, ജനങ്ങൾക്കോ അല്ലെങ്കിൽ നിലനിൽപ്പിന് പ്രശ്നം വരുമ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുള്ളൂ. അപ്പൊ എഐക്ക് സാധ്യമാണ്. നിർണായകമായ ചോദ്യമാണ് ഇത്. ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തി ആർജിച്ചാണ്. മനുഷ്യന്റെ ബ്രെയിൻ ബോധതലത്തെ അതായത് ഡീറ്റെയിൽമെന്റിൽ കൊടുക്കാൻ പറ്റിയോ, നിർവചിക്കാൻ പറ്റിയോ? മനുഷ്യന്റെ ബോധതലത്തെ നിർവചിക്കണമെങ്കിൽ അവന്റെ
ആ മനുഷ്യനിൽ നിന്ന് വരുന്ന തരംഗത്തെ ക്യാച്ച് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സമയം എന്തെങ്കിലും വന്നു ചേർന്നാൽ പിന്നെ ഈ ലോകം കീഴ്മേൽ മറിയും. നമ്മൾ കാണുന്ന തലമായിരിക്കില്ല പിന്നെ കാണാൻ പോകുന്നത്. അതിന്റെ റിസർച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടാനുകോടി വർഷങ്ങളായിട്ട് ഇതിന്റെ പിന്നിലാണ് എല്ലാവരും തന്നെ. നിഗൂഢ ഗ്രൂപ്പുകളും സീക്രട്ട് ഗ്രൂപ്പുകളും ഒത്തിരി ഉണ്ട്. ചില കാര്യങ്ങളൊന്നും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന ഫിസിക്സും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആറ്റം ബോംബ് തന്നെ നിർവചിക്കാൻ പറ്റില്ല, അതിന്റെ എനർജി ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ. ഒരു ആറ്റം ബോംബിന്റെ എനർജി തന്നെ അത്രയ്ക്ക് സൂക്ഷ്മതയിൽ നിൽക്കുന്ന ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വേൾഡ് എന്നല്ല, അതിന്റെ തന്നെ പല സെക്ഷനും. അതാണ് ഏലിയൻസ് 1 2 3 4 5 6 ഇങ്ങനെ മാറിയിട്ട് പെലേഡിയൻസ് 1 2 3 4. പിന്നെ അതിന്റെ പിന്നിൽ അതിൽ നിന്നുള്ള ഏലിയൻസ് ഊർജ രൂപങ്ങൾ, അതിനെ പലരും ആരാധിക്കുന്നുണ്ട്. ഗ്രീക്ക് അങ്ങനെ പാശ്ചാത്യ പലരെയും അതിനെ ആരാധിക്കുന്നൊക്കെ ഉണ്ട്, അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാം. ഈ ഏലിയൻസിനെ തന്നെ ലൈറ്റ് കോഡും അത് വേറൊരു സയൻസ് ആണ്, കമാൻഡ് ഒക്കെ കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനാക്കി. സോൾ സെല്ലിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏലിയൻ സെല്ലിംഗ്, ഊർജ്ജ മനുഷ്യനെ മേടിച്ചോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റില്ലേ. അതിൽ ഈ അന്യഗ്രഹ ജീവിയെ പൈസ കൊടുത്ത് വാങ്ങിച്ചോ, ഈ രീതിയിലേക്ക് കൺസെപ്റ്റ് പോയിക്കളെ. അപ്പോൾ അതിനെ നമ്മുടെ പ്രോഗ്രാം ആക്കി മാറ്റി അതിന് കണക്ഷൻ സ്ഥാപിക്കുന്ന ഒരു തലമുണ്ട്. അതായത് ഊർജ്ജ ലോകവുമായിട്ട് നമുക്ക് ഇന്ററാക്ഷൻ നടക്കണമെങ്കിൽ ഈ ബ്രെയിൻ കൊണ്ട് സാധ്യമല്ല. ഈ ബ്രേവോ തീറ്റ ഡെൽറ്റയിൽ സാധ്യമല്ല. അതിന് 342 ഹെർട്സിലേക്ക് ബ്രെയിനിന്റെ തോട്ട് വേവ്സ് മാറേണ്ടതുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ ഫ്രീക്വൻസി ആയിരിക്കില്ല നമ്മൾ കാണുന്നതും ഇടപെടുന്നതും ഒക്കെ ഊർജ്ജ ലോകമായിട്ടായിരിക്കും. ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എനർജി വേൾഡാണ്. അപ്പൊ നമുക്ക് എല്ലാം സാധ്യമാണ്. അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാധ്യമാണ്. ഒരു വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. താങ്ക് യു മാസ്റ്റർ.